ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേക അനൗൺസ്മെൻ്റ് ആണ്. ഇന്നത്തെ ദിവസം നമ്മൾ 3 വീഡിയോസാണ് ഇടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇപ്പം തന്നെ രാവിലെ വരുന്ന ആ ഒരു വീഡിയോ, അതിനുശേഷം ഏകദേശം ഒരു 11:30 മണി ആകുമ്പോഴത്തേക്കും രണ്ടാമതൊരു വീഡിയോ, പിന്നെ ഒരു 2:30 മണി 3 മണിയുടെ സമയത്തിലേക്ക് മൂന്നാമതൊരു വീഡിയോ. അതായത് അതിലേക്ക് നാളെ നടക്കാൻ പോകുന്ന എപ്പിസോഡും അത് കഴിഞ്ഞ് മറ്റന്നാൾ നടക്കാൻ പോകുന്ന ഏറ്റവും വഴിത്തിരിവിലേക്ക് പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽസാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ആരും ഈ വീഡിയോസ് മിസ് ചെയ്യാതെ ഇന്നത്തെ ദിവസം തന്നെ കാണാൻ വേണ്ടി എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പം കാരണം നിങ്ങളെല്ലാവരും ഇഷ്ടംപോലെ കമൻറ്റ് ഏറ്റവും കൂടുതലും എന്നായിരിക്കും ആ ദിവസം എന്ന് ചോദിച്ച ദിവസമാണ് ഇനി വന്ന് ചേരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർ ലൈക്സിനും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണുന്ന കാര്യം ക്ഷാമയാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് എന്താണ് തലയിടിച്ചങ്ങ് വീഴണം. ആ വീഴുന്ന ആ ഒരു ആക്കാത്തതിന് ക്ഷാമയുടെ തലയൊക്കെ ഇടിച്ച് തലയൊക്കെ നന്നായിട്ട് പൊട്ടി എന്താണ് അങ്ങ് നന്നായിട്ട് മുറിഞ്ഞു പോയി. അപ്പോഴത്തേക്ക് എന്താണ് വിഷ്ണു ഒന്നാമത് തന്നെ വിഷ്ണു കാല് വയ്യാണ്ടാന്നല്ലോ അവിടെ വന്നിരുന്നത്. അപ്പോഴത്തേക്കും വിഷ്ണുവിന് എണീക്കാൻ പോലും പറ്റാത്തിരുന്ന വിഷ്ണുവിൻ്റെ കാര്യം എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചക്ക വെട്ടി വീഴുന്ന പോലെ വീഴുന്ന കാണുക. അപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ടേക്ക് എന്താണ് ക്ഷാമയുടെ പിറകെ അയ്യോ ക്ഷാമ മോളെ എന്നിട്ട് എല്ലാവരും പോകുന്നു. രോഹിത്തും കൂടെ പോകുമ്പോഴത്തേക്ക് ക്ഷാമയ്ക്ക് എന്ത് പറ്റുന്നറിയാം. ക്ഷാമയാണെങ്കിൽ ഈ സത്യഭാമ എത്ര കണ്ണ് തുറക്കാൻ വിളിച്ചിട്ടും ക്ഷാമ കണ്ണുറങ്ങുന്നത്. അപ്പോഴത്തേക്ക് ഈ കാർത്തികയ്ക്ക് ഭയങ്കര പേടി. കാരണം കാർത്തിക് ഇത്രയും നേരം വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഇനി വിഷ്ണു ആണോ ആ ഒരു എന്താണ് വിഷം കലർന്ന ആ ഒരു കാര്യം കഴിച്ചത് വിഷ്ണു ആണോ എന്നുള്ള പേടിക്കാത്താണ് കാർത്തികയെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ക്ഷാമയാണ്. കാരണം ക്ഷാമയിൽ ഇങ്ങനെ വന്ന് വീണ എന്ന് കണ്ടപ്പോഴത്തേക്കും കാർത്തിക് ഭയങ്കര മുട്ടടിക്കുന്ന വിറച്ചിലും പേടിയാണ്. കാരണം എന്തെങ്കിലും പുറത്തറിയോ എന്നുള്ള പേടിക്കത്താണ് കാർത്തിക നിൽക്കുന്നത്. എന്ത് പറ്റിയെന്ന് അറിയാതെ എല്ലാവരും നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പൊന്നിച്ചിച്ച് വന്നത്. അപ്പോൾ പൊന്നിച്ചിയുടെ കയ്യിൽ എന്താണ് ഒരു ഗ്ലാസിൻ്റെ വെള്ളം ഉണ്ട്. അപ്പോഴത്തേക്കും ഗ്ലാസിൻ്റെ വെള്ളം കുഴഞ്ഞിട്ട് ക്ഷാമ കണ്ണ് തുറക്കുന്നത്. അപ്പോഴത്തേക്കും പേടിച്ചെന്താണ് ക്ഷാമയെ വേഗം തന്നെ എന്താണ് കാണിക്കാൻ കൊണ്ടുവന്നിട്ട് നേരെ രോഹിത് എന്താണ് ക്ഷാമയെ പൊക്കി എടുത്തുകൊണ്ട് എന്താണ് ക്ഷാമൻ എന്താണ് സത്യഭാമയാണ് കൂടെ പോകുന്നത്. അപ്പം കൂടെ പോകാനായിട്ട് സത്യഭാമ നിൽക്കുമ്പോഴത്തേക്കും ഈ നമ്മുടെ വിഷ്ണു കൂടെ ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്കും രാഘവൻ പറഞ്ഞിട്ടുണ്ട് നീ എങ്ങോട്ടേക്കാണ് നിനക്ക് ഒന്നാമത് നീ കാര്യം വെച്ചിട്ട് നീ എങ്ങോട്ടേക്ക് പോകാനാണ് നീ ഇവിടെ നിൽക്കി രോഹിത് ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും രോഹിത് എന്താണ് വേഗം ക്ഷാമ എടുത്ത് ബാക്ക് സീറ്റിനകത്ത് എന്താണ് സത്യഭാമയുടെ കൂടെ ഇരുത്തുമ്പോഴത്തേക്കും സത്യഭാമ എന്താണ് തലയൊക്കെ പിടിച്ചങ്ങ് വെക്കുകയാണ്. അയ്യോ എൻ്റെ മോളെ നിന്നിട്ട് എന്താണ് മോളെ ക്ഷാമ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ക്ഷാമയ്ക്കൊരു ബോധമില്ല. പക്ഷേ എന്നാലും ഈ പെണ്ണുമ്പിള്ളയുടെ ഓവർ ആക്ടിങ് അവിടെ അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. രോഹിത്ത് വേഗത്തിൽ എത്രയും വേഗം സ്പീഡിനകത്ത് കാർ എന്താണ് മുന്നിലേക്ക് പോവാണ്. അപ്പോഴത്തേക്ക് ഈ സമയം ഇതൊന്നും അറിയാതാണ് ശാലിനി എന്താണ് ഓഫീസിനകത്ത് എന്താണ് ശാലിനിയുടേതായ ടെൻഷനകത്താണ് ശാലിനി. അപ്പോൾ അനുബലം എന്താണ് ശാലിനിയുടെ തോളിൽ കൈയൊക്കെ വെച്ചൊന്ന് ആശ്വാസമൊക്കെ പകർന്നു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ എന്താണ് ഈ നേരെ കൊണ്ടുവന്ന് ഈ ക്ഷാമയെ കാണിക്കുമ്പോഴത്തേക്കും ക്ഷാമയ്ക്ക് ഭയങ്കര ഇഷ്യൂ ആയിട്ട് തന്നെയാണ് ക്ഷാമയെ കൊണ്ട് ചെല്ലുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് ക്ഷാമയുടെ കാര്യത്തിനകത്ത് ഇവർക്കെല്ലാം അറിയാവുന്ന കാര്യം ക്ഷാമ വീണതിനെക്കുറിച്ചും തലയിൽ നിന്ന് എന്താണ് ആ ഒരു മുറി വന്നത് മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ. പക്ഷേ ക്ഷാമയ്ക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ആൻറ്റി ഡോസാണ് വേണ്ടെന്നുള്ള കാര്യം ഇവിടെ പുറത്തേക്കുന്ന സത്യഭാമയ്ക്കോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന രോഹിതിനോ ഒന്നും ഇതുവരെ അറിയത്തില്ല. രോഹിത്തൊക്കെ പോയതോടെ തന്നെ വിഷ്ണു ഭയങ്കര അപ്സെറ്റായി. ഒന്നാമത് വിഷ്ണു ഷാനിയുടെ കാര്യത്തിനകത്ത് ഭയങ്കര അപ്സെറ്റാണ്. അപ്പോൾ അതിൻ്റെ ദേഷ്യം ഫ്രസ്ട്രേഷൻ അതുപോലെ തന്നെ കാലിൻ്റെ ഒരു വേദന എല്ലാം കൂടെ ആയിട്ട് ഈ ക്ഷാമയുടെ കാര്യം കൂടെ കണ്ടപ്പോഴത്തേക്കും തനിക്ക് കൂടെ പോകാൻ പറ്റിയില്ലല്ലോ ആ ഒരു ഗതികേടും കൂടെ ആലോചിച്ചിട്ട് വിഷ്ണു ഭയങ്കര ടെൻഷനകത്താണ്. വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. ആ തൂണിന് ചാരി തന്നെ വിഷ്ണു നിൽക്കുക. അപ്പോൾ ഇത് കണ്ടിട്ട് കാർത്തിക് അതിനേക്കാളും പേടി. ആ സമയത്ത് എന്താണ് പിള്ളച്ചേട്ടൻ നമ്മുടെ പപ്പി മോൾ ട്യൂഷനാക്കിയിട്ട് പിള്ളച്ചേട്ടൻ നേരെ വന്നത്. അപ്പം പിള്ളച്ചേട്ടൻ ഈ കാര്യങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്കും വിഷ്ണുവിന് നടക്കുന്ന കണ്ടിട്ട് കുഞ്ഞ് ഇതെന്ന് പറ്റി ഇങ്ങനെ നടക്കുന്നത് ഞാൻ ഇങ്ങനെ ഒന്ന് നടന്ന് നോക്കിയതാണ് പിള്ളച്ചേട്ടാ ഒന്ന് പോകുന്നുണ്ടോ എന്നിട്ട് വിഷ്ണു ആദ്യമായിട്ട് പിള്ളച്ചേട്ടനോട് അങ്ങ് ദേഷ്യം ഇടും. പിള്ളച്ചേട്ടൻ മനസ്സിലാവുന്നില്ല എന്താ കുഞ്ഞ് ഇങ്ങനെയൊക്കെ ഞാനൊന്നും ചോദിച്ചില്ല ഞാൻ ചുമ്മാ ചോദിച്ചതല്ലേ ഉള്ളൂ ഇതെന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ പറഞ്ഞ് പിള്ളച്ചേട്ടൻ അകത്തേക്ക് പോകും. പിള്ളച്ചേട്ടൻ ഇതുവരെ ക്ഷാമയുടെ കാര്യമൊന്നും അറിഞ്ഞില്ല. ഇവിടെ പുറത്താണെങ്കിലോ കാർത്തികയുടെ വക ഒടുക്കാത്ത ടെൻഷനാണ്. കാരണം താൻ പിടിക്കപ്പെടും എന്നുള്ള ടെൻഷനാണ് കാർത്തിക ഒരറ്റായിരിക്കുന്നത്. അപ്പോഴത്തേക്കും വിഷ്ണു ലാസ്റ്റ് ക്ഷമ കെട്ട് അകത്തേക്ക് പോയി അങ്ങ് ഇരിക്കുവാണ്. ഈ സമയത്താണ് രോഹിത്തും സത്യഭാമയൊക്കെ അവിടെ ഭയങ്കര പ്രാർത്ഥനയോടെ ഇരിക്കുവാണ്. അതായത് ക്ഷാമയ്ക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള പ്രാർത്ഥന. അവിടെ ക്ഷാമയെ ആദ്യം തന്നെ വേറൊരാൾ കൺസൾട്ട് ചെയ്ത് നോക്കിയപ്പോഴേ അവർക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. അതായത് ക്ഷാമയുടെ അകത്ത് മാരകമായ ഒരു വിഷം ചെന്നിട്ടുണ്ടെന്നുള്ള കാര്യം എന്തായാലും ഉറപ്പായി. അപ്പം ഇതൊന്നും തൽക്കാലത്തേക്ക് അവിടുത്തെ അതോറിറ്റിയുടെ മെമ്പേഴ്സ് ആരും തന്നെ ഈ സത്യഭാമേനോ രോഹിത്തിനോ ഒന്നും ഇങ്ങനത്തെ ഒരു വിഷം ക്ഷാമയുടെ അകത്ത് ചെന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞില്ല അവർ. കാരണം ക്ഷാമയുടെ ജീവൻ നിലനിർത്താനും അത് രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് അവരവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് രോഹിത് ഈ ടെൻഷനകത്ത് നേരി ശാലിനിയെ വിളിച്ച് ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും. അതായത് ക്ഷാമ ഇങ്ങനെ വീണു എന്നുള്ള കാര്യം ക്ഷാമയ്ക്ക് സംഭവിച്ചതും ക്ഷാമ ഇവിടെ കൊണ്ടുവന്നുള്ള കാര്യമൊക്കെ രോഹിത്ത് നേരെ വിളിച്ച് പറയുമ്പോൾ ശാലിനിക്ക് ഭയങ്കര ടെൻഷനാവും. ശാലിനി ഉടൻ തന്നെ ആ ഫോൺ കട്ട് ചെയ്തിട്ട് ശാലിനിക്ക് ഒരു അല്പം മാത്രമേ അതൊക്കെ കേട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും കാരണം കേട്ട വെപ്രാളത്തിൽ ശാലിനിയുടെ സങ്കടത്തോടു കൂടി തന്നെ ശാലിനി നേരെ അമ്മയെ വിളിച്ച് കാര്യം പറയാം. അമ്മയാണെങ്കിലോ അമ്മയ്ക്കാണെങ്കിൽ ഒടുക്കത്തെ ടെൻഷൻ. കാരണം അയ്യോ എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റിയെന്നുള്ള ടെൻഷൻ. അത് ശാലിനി പറയുന്നുണ്ട് അമ്മയെ പേടിക്കേണ്ട ഇപ്പം തന്നെ വണ്ടി അങ്ങോട്ട് കേൾക്കുന്നുണ്ട് അമ്മ എന്തായാലും ഇങ്ങോട്ടേക്ക് പോകാം നമുക്ക് ഒരുമിച്ച് തന്നെ നോക്കാം അമ്മ അവർക്ക് എന്താ സംഭവിച്ചെന്നുള്ള കാര്യമൊക്കെ അവിടെ പോയി തന്നെ അറിയാമെന്ന് പറഞ്ഞിട്ട് രോഹിത്ത് വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശാലിനി നമ്മുടെ ശാരദാമ്മയോട് പറയാം. അപ്പോൾ ലാസ്റ്റ് കാണിക്കുന്ന ശാരദാമ്മയും ശാലിനിയും കൂടെ ക്ഷാമയുടെ കാര്യത്തിനകത്ത് ഭയങ്കര
പ്രാർത്ഥനയും കൈയുമായിട്ട് തന്നെ എന്താണ് അങ്ങനെ കാറിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ ശ്യാമയെ നോക്കാൻ ഈ സമയത്തിനകത്ത് ആര് വന്നറിയോ, ശ്യാമയുടെ ആ ഒരു പ്രസവം എടുത്ത ആ ഒരു ഗൈനക്ക് ഉണ്ടല്ലോ, അവരാണ് ശ്യാമയെ നോക്കുന്നത്. കാരണം അവരാണ് അടുത്ത സീനിയർ ആയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് അവരെ തന്നെയാണ് അടുത്ത കൺസൾട്ടിങ്ങിന് വേണ്ടി പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോഴത്തേക്കും ശ്യാമ, അപ്പോൾ ശ്യാമ എന്താ ഇങ്ങനെ, അപ്പോഴത്തേക്കും എന്താണ് അവിടെ നിൽക്കുന്ന അവരോട് ചോദിക്കുന്നുണ്ട്, ഈ കുട്ടിക്ക് ഇത് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഈ കുട്ടിക്കോ മാഡത്തിന് ഈ കുട്ടി അറിയാവോ, പിന്നെ എനിക്ക് നല്ലപോലെ അറിയുന്നുണ്ട്. എന്നാൽ ഈ കുട്ടിയാണെങ്കിൽ എന്തോ വിഷം കഴിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇവർ ചിന്തിക്കുന്നത് ശ്യാമ മനഃപൂർവ്വം ഇനി എന്ത് സംഭവിച്ചുണ്ടായിരിക്കും, കാരണം ഇനി കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞിട്ടാണോ ഇനി വിഷം കഴിച്ചത്, അതിൻ്റെ സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു, ഇനി അതിൻ്റെ പേരിലാണോ ശ്യാമ ഇത്രയും വലിയ കടുംകൈ ചെയ്തതെന്നാണ് ഈ പറയുന്ന ഗൈനക്ക് മനസ്സിൽ ചിന്തിക്കുന്നത്. കാരണം ഈ ശ്യാമയെക്കുറിച്ചും ശാലിനെക്കുറിച്ചൊക്കെ നല്ലപോലെ അറിയാവുന്ന വ്യക്തിയല്ലേ അവർ. അപ്പോൾ ഇവരുടെ അത്രയും വർഷങ്ങൾ കൊണ്ട് ആ ഒരു രഹസ്യം സൂക്ഷിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ ഭയങ്കര ടെൻഷനകത്താണ് കേട്ടിട്ട് ആ ഗൈനക്കിന് തോന്നുന്ന കാര്യങ്ങൾ. ഇപ്പം ശ്യാമയുടെ കണ്ടീഷൻ എന്താണ് കണ്ടീഷൻ, എനിക്ക് എന്തുകൊണ്ടാണ് റെഫർ ചെയ്ത് ചോദിക്കുമ്പോഴത്തേക്കും അത് വീണതിനകത്ത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യം അറിയാം മാഡം അല്ലേ ഇവിടുത്തെ സീനിയർ, അതുകൊണ്ടാണ് മാഡത്തിന് തന്നെ റെഫർ ചെയ്തത്. എന്തായാലും ഈ കുട്ടിക്ക് എന്തായാലും ഭാഗ്യമുണ്ട്, കാരണം ഈ സമയത്ത് തന്നെ ഇവിടെ അതിൻ്റെ ആൻറ്റിഡോസ് ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു മാരക വിഷത്തിന് പകരമുള്ള ആൻറ്റിഡോസ് കുത്തിവെച്ച് കിടക്കുന്നതിൻ്റെ ഒരു മയക്കമാണ് ഇപ്പോൾ ആ കുട്ടിക്കുള്ളത്. പിന്നെ തല പൊട്ടി നന്നായിട്ട് ബ്ലഡൊക്കെ പോയിട്ടുള്ളതിൻ്റെ ആ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ മാഡം ഒന്ന് നന്നായിട്ട് നോക്കണം, എന്തെങ്കിലും പ്രശ്നം മാഡത്തിന് ഈ കുട്ടി നന്നായിട്ട് അറിയുകയും ചെയ്യുമ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാണ്. അപ്പം മാഡം ഈ ഒരു കാര്യം ഇങ്ങനെ ഈ കുട്ടി ഒരു വിഷം കഴിച്ചെന്നുള്ള കാര്യം അറിയിപ്പിക്കണം ചോദിക്കുമ്പോൾ തൽക്കാലം അറിയിപ്പിക്കേണ്ട, ബാക്കി ആരെങ്കിലും അറിയിക്കണമെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്നിട്ട് ഗൈനക്ക് അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കുക. കാരണം ഇനി ശാലിനിയും ശ്യാമയും തമ്മിലുള്ള വല്ല പ്രശ്നമാണോ, ശ്യാമ അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം കുഞ്ഞിൻ്റെ സീക്രറ്റ് എങ്ങനെയെങ്കിലും അറിഞ്ഞു എന്നൊരു പേടിക്കത്ത് ചെയ്ത കാര്യമാണോ, അപ്പോൾ ആ ഒരു രഹസ്യം സൂക്ഷിക്കുക എന്ന രീതിയിൽ ഇതിൻ്റെ സത്യാവസ്ഥകൾ അറിയുന്നതിന് മുന്നേ ഇതൊന്നും ചാടിക്കയറി ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശ്യാമ ഇതുവരെ കണ്ണൊന്നും തുറന്നിട്ടില്ല. അപ്പോഴത്തേക്കും ശാലിനിയും ശാരദാമ്മയൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന ഈ സത്യഭാമ അവിടെ നിന്ന് ഭയങ്കര പ്രാർത്ഥനയായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ശ്യാമയ്ക്ക് വേഗം ശരിയാവണേ, രോഹിത്താണെങ്കിൽ കൂടെ ശ്യാമയെ പോയി നോക്കുന്നുണ്ട് ശ്യാമയ്ക്ക് ശരിയാവുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ രോഹിത്തും അതിൻ്റെതായ ടെൻഷൻ. അപ്പോഴത്തേക്കും ശാലിനി വന്നെന്ന് ചോദിക്കുന്നുണ്ട് ശാരദാമ്മ ഇതെന്ത് പറ്റിയതാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇത് കേട്ടതും ഈ പറയുന്ന സത്യഭാമ ആ സമയത്ത് ആ സന്ദർഭത്തിനകത്തും ശാലിനി വെറുതെ വിടാൻ ഒരു ഉദ്ദേശമില്ല. അപ്പോഴത്തേക്കും ശാരദാമ്മയോട് പറയാം, ആ ഒരു പ്രാർത്ഥനയും കൊണ്ട് ഇത്രയും നേരം കൊണ്ട് ഇത്രയും മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ വാതിലിരിക്കുന്നത് ശ്യാമയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ള പ്രാർത്ഥന കൊണ്ടാണ്. എനിക്ക് എൻ്റെ മോളെ പോലെ നിങ്ങളുടെ മോളല്ല ശാരദാമ്മേ, ശ്യാമ നിങ്ങളുടെ മകളല്ല, ശ്യാമ എൻ്റെ മകളാണ്, എൻ്റെ മകൻ്റെ ഭാര്യ എൻ്റെ മകളാണ്. അതുപോലെ എനിക്കിപ്പോൾ മറ്റൊരു മകളും കൂടെ ഉണ്ട് കാർത്തിക, അതുപോലെ തന്നെയാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നത്. ഞാൻ പറയുന്ന കേട്ട് അനുസരിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന മരുമക്കളെ ഞാൻ ചങ്ക് പറിച്ചു കൊടുത്തും ഇതുപോലെ നിന്ന് സ്നേഹിക്കും. അല്ല ചിലവരെ പോലെ ഞാൻ പറയുന്നതിനൊക്കെ എതിർവാക്കും പറഞ്ഞത് ഇഷ്ടത്തിന് പോകുന്നവരല്ല എൻ്റെ മരുമക്കൾ ആരും തന്നെ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ മറ്റൊരു മകളും കൂടെ ഉണ്ട് കാർത്തിക മോള. അപ്പോഴത്തേക്കും ശാലിനിക്ക് ഈ സമയത്ത് ശ്യാമയുടെ കാര്യത്തിൽ ശാലിനിക്ക് ടെൻഷൻ ആവണോ സങ്കടപ്പെടണോ എന്ന് അറിയുന്നതിന് പകരം ശ്യാമയുടെ കാര്യത്തിനകത്താണെങ്കിൽ പോലും ഈ സിറ്റുവേഷനൊക്കെ സംഭവിച്ചിട്ടും ശാലിനിയുടെ മനസ്സ് കുത്തിക്കീറിയെടുക്കുവാണ് ഈ പറയുന്ന സത്യം. അപ്പോൾ ശാലിനിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. അപ്പം ഇവിടെ നിൽക്കുന്ന ശാരദാമ്മ എന്ന അമ്മയുടെ അവസ്ഥ ആലോചിക്കണം. ഒരു മകളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചെന്ന് അറിയാതെ ഇരിക്കുന്ന ടെൻഷൻ, അതിൻ്റെ ഇടയ്ക്കകത്ത് മറ്റൊരു മകളുടെ ലൈഫിന് വേണ്ടി മറ്റൊരു മകളുടെ അമ്മായിയമ്മ ഇങ്ങനൊരു കുത്തുവാക്ക് പറയുമ്പോൾ, അതും തൻ്റെ മകളുടെ പകരക്കാരിയെ പുകഴ്ത്തി പറയുമ്പോൾ വന്ന ആ ശാരദാമ്മയുടെ ഒരു മനസ്സിൻ്റെ വികാരം പോലും ചിന്തിക്കാതാണ് സത്യഭാമ വായി തോന്നിയൊക്കെ ആ സമയത്ത് വിളിച്ചു പറഞ്ഞത്. അപ്പോഴത്തേക്കും എന്ത് പറ്റിയെന്നൊക്കെ ശാലിനി അവിടെ എൻക്വയറി ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എന്താണ് സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ സത്യഭാമ എന്ന് പറയാം, ഞാൻ എന്തായാലും അവളെ തള്ളിയിട്ടിട്ടൊന്നുമില്ല, കാരണം അങ്ങനെയൊക്കെ തള്ളിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് കലി തീർക്കാനാണെങ്കിൽ എനിക്ക് ശ്യാമയെ തല്ലിക്കൊല്ലേണ്ടതായിരുന്നു, ഞാനതൊന്നും ചെയ്യാൻ പോകില്ല, അവൾ എൻ്റെ കണ്ണിനെ കൃഷ്ണമണി പോലെ എന്നെ നോക്കുന്നതൊക്കെ പറഞ്ഞ് വീണ്ടും ഡയലോഗ് തന്നില്ല. കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമല്ലോ, അതുകൊണ്ട് സ്ക്രീൻ സ്പേസ് നേടാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്യാമ എന്തായാലും ഒന്ന് കണ്ണ് തുറന്നു. അപ്പം കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ശ്യാമയ്ക്ക് എന്താ സംഭവിച്ചതൊക്കെ ശ്യാമ ചോദിക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന ഗൈനക്ക് പറയുന്നുണ്ട്, ശ്യാമേ കുട്ടി എന്തിനാ കുട്ടി ഇത്രയും വലിയൊരു കടുംകൈ ചെയ്തത്? ഞാനെന്ത് ചെയ്ത്? ഞാനെന്ത് കടുംകൈ ചെയ്ത്? ഞാനൊന്നും ചെയ്തില്ല. കുട്ടിയൊന്നും ചെയ്തില്ല എന്നോ? ശ്യാമ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? ശ്യാമ അങ്ങനെയൊക്കെ വല്ല കാര്യം കഴിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ജീവിതത്തിൽ എന്തിനൊരു പരിഹാരമല്ലേ? ഞാനെന്ത് കഴിച്ചെന്നാ? അല്ല കുട്ടി ഒരു വിഷം കഴിച്ചിട്ടില്ലേ? വിഷമോ? ഞാനൊന്നും കഴിച്ചിട്ടില്ല. അപ്പം കുട്ടി അറിയാതെ കുട്ടിയുടെ വയറ്റിൽ ആരോ അത് തന്നിട്ടുണ്ട്, കുട്ടിയുടെ ഭക്ഷണത്തിൽ ആരോ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തു തന്നിട്ടുണ്ട്. ഞാനറിയാതെ എൻ്റെ ഭക്ഷണത്തിനകത്തോ അതിന് ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ലോ. ഇന്ന് അവിടെ എന്തെങ്കിലും നിങ്ങൾ പ്രത്യേകം വല്ല ഫുഡ് ശ്യാമ പ്രത്യേകം കഴിച്ചോ? അത് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും
കുട്ടികളുടെ ബർത്ത്ഡേ കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും ഉദ്ദേശം ശരി തന്നെ. എൻ്റെയും ശാലിനി ചേച്ചിയുടെയും കുട്ടികളുടെ 2 പേരുടെയും ബർത്ത്ഡേ തന്നെ. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും സോൾവായി 2 പേരും ഒന്നിച്ചോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എവിടുന്ന്? അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നല്ല കാര്യമാണ്. വിഷ്ണു ഏട്ടനും ശാലിനി ചേച്ചിയൊന്നും ഇതുവരെ ഒന്നിച്ചിട്ട് പോലില്ല. പിന്നെ എങ്ങനെ 2 പേരുടെ ബർത്ത്ഡേയും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതൊക്കെ വലിയ കഥയാണ്. വിഷ്ണു ശാലിനി അംഗീകരിച്ചു. അപ്പം വിഷ്ണു ഏട്ടൻ ശാലിനി ചേച്ചി അംഗീകരിച്ചിട്ടൊന്നുമില്ല. സത്യാമ്മയുടെ ഇപ്പോഴത്തെ വിചാരം വിഷ്ണു ഏട്ടന് പകരം വേറെ ആരിലോ ശാലിനി ചേച്ചിക്ക് ജനിച്ചതാണ് സത്യം എന്നുള്ളതാണ്. എൻ്റെ ജീവിതം ഒന്ന് രക്ഷിക്കാൻ വേണ്ടി ശാലിനി ചേച്ചി ചെയ്ത ആ ഒറ്റൊരു രഹസ്യം ശാലിനി ചേച്ചിയുടെ ലൈഫ് തന്നെ ഇല്ലാതാക്കി. അപ്പോൾ ശാലിനി തൻ്റെ ലൈഫ് സ്വന്തമായി ത്യജിച്ചിട്ടാണല്ലേ തൻ്റെ ജീവിതത്തിന് ഇത്രയും പിടിച്ചു നിർത്തുന്നത്. അപ്പം ഇന്നത്തെ ദിവസം ഇവിടുന്ന് പ്രത്യേകിച്ച് ഫുഡൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അപ്പം ഇന്ന ദിവസം ഞാൻ എന്താണ് ആ ബർത്ത്ഡേക്ക് നടന്നതിനകത്തുള്ള എല്ലാവരും കഴിച്ച ഫുഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും അല്ല കുട്ടിയാണെങ്കിൽ ആരെ കുട്ടിയുടെ ഭക്ഷണത്തിനകത്ത് എന്തൊരു പോയ്സണസ് ആയിട്ടുള്ള കാര്യത്തിന് കടത്തി തന്നിട്ടുണ്ടായിരുന്നു. അത് ശ്യാമയുടെ വയറ്റിൻ്റെ അകത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അതിൻ്റെ ആൻറ്റിഡോസ് തന്നാണ് ശ്യാമ ഇന്ന് ജീവനോടെ തന്നെ ഇല്ല. അല്ലെങ്കിൽ ശ്യാമ ഇന്ന് ജീവനോട് പോലും കാണത്തില്ലായിരുന്നു. അതെന്തോ കുട്ടിയുടെ വലിയ മഹാഭാഗ്യം കൊണ്ടാണ്. അപ്പം വിഷ്ണു ഇന്ന് വരെ അംഗീകരിച്ചില്ല. അതെന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വിഷ്ണു ഏട്ടൻ മറ്റൊരു പെണ്ണിന് വിവാഹം കഴിച്ചു. വിഷ്ണു വേറൊരു പെണ്ണിന് വിവാഹം കഴിച്ചെന്നു. ശ്യാമ എന്തൊക്കെയായി പറയുന്നത്? അവർ രണ്ടുപേരും ചങ്ക് പറിച്ച് കൊടുക്കുന്ന സ്നേഹമല്ലായിരുന്നു പരസ്പരം. എന്നിട്ടും വിഷ്ണു മറ്റൊരാൾ വിവാഹം കഴിച്ചു. പക്ഷേ ആ വിവാഹത്തിനകത്തൊക്കെ തന്നെ ഞങ്ങൾക്കിപ്പോൾ സംശയമാണ്. കാരണം ആ വിവാഹം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും സംശയമാണ്. കാരണം അതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദുരൂഹത ഇത് എന്തൊക്കെയാണ് കുട്ടി ഈ പറയുന്നത്? എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ എന്താണ് അങ്ങ് പറയുവാണ്. കാരണം ഏകദേശം തന്നെയും തൻ്റെ ജീവിതത്തിനെക്കുറിച്ചും ശാലിനി ചേച്ചിയും ചെയ്ത ത്യാഗത്തിനെക്കുറിച്ചൊക്കെ നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പോൾ ആ വ്യക്തിയോട് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുകയാണ്. കാരണം ആ വ്യക്തിയിൽ നിന്ന് ഇനി ശ്യാമ നേടാൻ പോകുന്നത് വലിയൊരു മഹത്തായൊരു സഹായമാണ് നേടാൻ പോകുന്നത്. ശ്യാമ എന്താണ് ഈ പറയുന്ന ഷാനിയുടെ കാര്യം സത്യമുള്ള കാര്യം ഇപ്പം നിൽക്കുന്ന അവിടുത്തെ ആ ഒരു സ്റ്റാറ്റസ് കോ ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം സംസാരിച്ച് നിൽക്കുന്നതാണ്. രണ്ടുപേരായിട്ട് നിൽക്കുന്ന കാണിച്ചാണ്. ഇനി കാണാൻ പോകുന്നത് എന്താണ് ഇന്ന് രാത്രിത്തെ എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിൻ്റെ കമൻസും ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തെ ഇനി വരാനുള്ള അടുത്ത 2 വീഡിയോസ് കാണാൻ ആരും മറക്കണ്ട കേട്ടോ. കാരണം അടുത്ത വീഡിയോ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ്. ആ ട്വിസ്റ്റിന് ശേഷം ആ ട്വിസ്റ്റ് എന്തിനാണെന്നുള്ള കാര്യമാണ് അതിൻ്റെ അടുത്ത വീഡിയോ വരാൻ പോകുന്നത്. അപ്പം ഈ 3ാമത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം സംഭവിക്കാൻ ഉള്ളതിൻ്റെ ഏറ്റവും വലിയ തുടക്കമാണ്. അപ്പോൾ ആരും കാണാൻ മിസ് ചെയ്യേണ്ട. അപ്പം ബൈ.